ഹലോ ഞാൻ ഉണ്ണികൃഷ്ണനാണ്. തിരുവനന്തപുരം വെബ് സീരീസിൻ്റെ 77ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന കട നമ്മുടെ ജഗതിച്ചേട്ടൻ്റെ നാട്ടിലുള്ളൊരു കടയാണ് കേട്ടോ. ജഗതിച്ചേട്ടൻ്റെ നാടെന്ന് എൻ്റെ നാട് തന്നെയാണ്. തിരുവനന്തപുരം ജഗതി ജംഗ്ഷനുള്ള ഹോട്ടൽ ഗണേശ ഭവനാണ് ഇന്നത്തെ വിശേഷം. ഇവിടെ നിന്നാണ് കറക്റ്റ് സ്പോട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ജഗതി ജംഗ്ഷനിൽ തന്നെയാണ്. ജഗതി ജംഗ്ഷനിൽ നിന്ന് കിള്ളിപ്പാലത്തോട്ട് പോകുന്ന വഴിക്കാണ് ഈ ഒരു ഗണേശ ഭവൻ ടിഫിൻ സെൻ്റർ ഉള്ളത്. ഒരു കുഞ്ഞ് ടിഫിൻ സെൻ്ററാണ് കേട്ടോ. അധികം സ്പേസ് ഒന്നുമില്ല, കുറച്ച് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന അത്ര സ്പേസ് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരുപാട് കുഞ്ഞു കുഞ്ഞു വെജിറ്റേറിയൻ ടിഫിൻ സെൻ്ററുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്. ഒരുപാട് ആൾക്കാർ വെജിറ്റേറിയൻ ഫുഡ് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നതാണ് അതിൻ്റെ ഒരു അർത്ഥം. തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ കടകൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയൊരു വെബ് സീരീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇനിയും സപ്പോർട്ട് തരിക. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കാണാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഗണേശ ഭവനിൽ എന്തൊക്കെ വെജ് ഫുഡ് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ജഗതിയിൽ ഗണേശ ഭവൻ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 2 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. സിറ്റിയിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഒരുപാട് ചെറിയ ചെറിയ വെജ് റെസ്റ്റോറൻറ്റുകൾ വരുന്നുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു കുഞ്ഞു ഹോട്ടലിൽ മെനു കണ്ട് ഞാനൊന്ന് ഞെട്ടി കേട്ടോ. ഏകദേശം 70-ൽ കൂടുതൽ ഐറ്റംസ് അവരിവിടെ സെർവ് ചെയ്യുന്നുണ്ട്. സിറ്റിയിൽ പോയി വലിയ വെജ് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അത്രയും മാത്രം ഫുഡ് ഐറ്റംസ് അവരിവിടെ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. കിച്ചണൊക്കെ അത്യാവശ്യം വലിയൊരു കിച്ചണാണ്. ഒരുപാട് സ്റ്റാഫുണ്ട്. ഇത്രയും ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കേണ്ട പല വെറൈറ്റി ആയിട്ടുള്ള ചൈനീസ് ഡിഷും ഇവിടെ അവൈലബിൾ ആണ്. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭായിമാരാണുള്ളത് കേട്ടോ. മസാല ദോശയും മറ്റ് ഫുഡുകളൊക്കെ ഉണ്ടാക്കുന്നത് തമിഴ്നാട്ടിലുള്ള മാസ്റ്റേഴ്സാണ്. ദോശയിൽ വ്യത്യസ്തമായുള്ള ടേസ്റ്റ് കഴിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കട സെലക്ട് ചെയ്യാം. അപ്പോൾ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. മൈ നെയിം ഇസ് ബാബു. ഞാൻ ഹോട്ടൽ ഗണേഷ് ഭവൻ ജഗതിയുടെ മാനേജറാണ്. നമ്മുടെ കട തുടങ്ങിയിട്ട് ഒരു 2.5 വർഷമായി. നമുക്ക് മോർണിംഗ് 6 മണി മുതൽ രാത്രി 10 മണി വരെ ഷോപ്പ് ഓപ്പൺ ആണ്. മൊത്തം പ്യുവർ വെജിറ്റേറിയൻ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി, അപ്പം, ഉപ്മാ, പൊങ്കൽ, പൂരി, മസാല ദോശ, നെയ്റോസ്റ്റ്, ഊത്തപ്പം വെറൈറ്റീസ് എല്ലാം ഉണ്ട്. ഉച്ചയ്ക്ക് നമുക്ക് മിനി മീൽസ്, കർഡ് റൈസ്, ടൊമാറ്റോ റൈസ്, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, മിനി മീൽസ് ഇതെല്ലാം വെറൈറ്റീസൊക്കെ ഉണ്ട്. അതേപോലെ രാത്രി ദോശ, ചപ്പാത്തി, പൂരി, പൊറോട്ട, ചന ഭട്ടൂര, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ആൽമോസ്റ്റ് 70-75 വെറൈറ്റീസ് ഓഫ് ദോശ വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആണ്. ഈവനിങ് സ്പെഷ്യലായിട്ട് നമുക്ക് ചെട്ടിനാട് പൊറോട്ട, ചെട്ടിനാട് ഇഡ്ഡലി, ആന്ധ്ര ഇഡ്ഡലി, പിസ്സ ദോശ, 5 ടേസ്റ്റ് ഊത്തപ്പം, ഗോബി ലോലിപോപ്പ്, പനീർ ലബാബ്ദർ, മഷ്റൂം ലബാബ്ദർ, ഇതുപോലെ കുറേ വെറൈറ്റീസൊക്കെ നമുക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ കുഞ്ഞു കടയിൽ ഇത്രയും ഡിഷസ് ഉണ്ട്. ഇതെങ്ങനെയാണ് ഇത് ചിലവാകുന്നുണ്ടോ? നമുക്കിതിൽ നല്ല മൂവ്മെൻറ്റും ഉണ്ട്. അതല്ലാതെ നമുക്ക് കൂടുതൽ മൂവ്മെൻറ്റ് നമുക്ക് ഓൺലൈനിലാണ്. സ്വിഗ്ഗി സൊമാറ്റോയിൽ നമുക്ക് നല്ല മൂവ്മെൻറ്റും ഉണ്ട്. നമുക്ക് സ്വിഗ്ഗി സൊമാറ്റോയിൽ തന്നെ ആൽമോസ്റ്റ് നമുക്ക് 4.2 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. വെജ് റെസ്റ്റോറൻറ്റ് ടോപ്പ് 10 നമുക്ക് പ്ലേസ്മെൻറ്റ് ഉണ്ട്. നമുക്ക് അത് അവാർഡ് വിന്നിങ് ആയിട്ട് സൊമാറ്റോയിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഒരു കുഞ്ഞ് വെജിറ്റേറിയൻ ടിഫിൻ സെൻ്ററാണ് കേട്ടോ. അകത്ത് അധികം സ്പേസ് ഒന്നുമില്ല. ഒരു 10-12 പേർക്ക് ഇരിക്കാൻ പറ്റുന്നത്ര സ്പേസേ ഉള്ളൂ. കുഞ്ഞു കടയാണെങ്കിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെജ് ഫുഡ് അവർ സെർവ് ചെയ്യുന്നുണ്ട്. ഞാൻ മുമ്പ് പരിചയപ്പെടുത്തുള്ള കടകളിലൊന്നും അങ്ങനെ ഒരു ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് കഴിച്ചു. ഞാൻ ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്പെഷ്യലായിട്ടുള്ള 5 ടേസ്റ്റ് ഊത്തപ്പമാണ്. 5 രുചികളിലാണ് ഈ ഒരു ഊത്തപ്പം അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതൊരു വെറൈറ്റി ഡിഷാണ്. അതുപോലെ തന്നെ തൈര് വടയുണ്ട്, അതും അവരുടെ സ്പെഷ്യൽ എന്നാണ് പറഞ്ഞത്. പിന്നെ ചെട്ടിനാട് സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള പൊറോട്ടയും കൂടെയാണ്. അത്യാവശ്യം നല്ല 3 ഡിഷസാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കണം. ആദ്യമായിട്ടാണ് കേട്ടോ ഈ 2 ഡിഷസ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യലായിട്ടായിട്ടുള്ള ചെട്ടിനാട് പൊറോട്ട എന്ന് പറഞ്ഞാൽ ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള പൊറോട്ടയാണ്. ചെട്ടിനാട് നമ്മൾ മസാല എല്ലാം കഴിച്ചിട്ടുണ്ടെങ്കിലും ചെട്ടിനാടിൻ്റെ ആ ഒരു സ്പെഷ്യൽ രീതിയിൽ ചെയ്തിട്ടുള്ള പൊറോട്ട ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. 5 വെറൈറ്റി ടൈപ്പായിട്ടുള്ള ഊത്തപ്പമാണ്. നമ്മൾ പല ടൈപ്പിലുള്ള ഊത്തപ്പം സെപ്പറേറ്റല്ലേ കഴിച്ചിട്ടുള്ളൂ. അവർ എങ്ങനെയാണ് സെർവ് ചെയ്യുന്നത്. ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള തൈര് വടയാണ്. നല്ല ക്വാണ്ടിറ്റിയാണ് കേട്ടോ. നല്ലവണ്ണം ഡെക്കറേഷൻ ചെയ്തൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പം ഇത്ര ഐറ്റംസാണ് ഇന്ന് ഞാൻ ഗണേശ ഭവനിൽ നിന്ന് കഴിക്കുന്നത്. ഇത് പനീർ ഊത്തപ്പമാണ്. വളരെ ചെറിയൊരു സൈസിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത് കാഷ്യൂനട്ടും ബട്ടറും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഊത്തപ്പമാണ്. ഇത് നമ്മുടെ സാധാരണ ഒനിയൻ ഊത്തപ്പം. ഇത് ടൊമാറ്റോ ഊത്തപ്പമാണ്. ഇത് പൊടി ഊത്തപ്പമാണ്. അങ്ങനെ 5 ഫ്ലേവറിലുള്ള ഊത്തപ്പമാണ് ഈ ഒരു സെറ്റിൽ വരുന്നത്. ഊത്തപ്പത്തിൻ്റെ കൂടെ 3 ഐറ്റം ചമ്മന്തി അതുപോലെ സാമ്പാറുമാണ്. ഒന്ന് പുതിന ചട്നിയാണ്, പിന്നെ ഒരു ചുവന്ന ചട്നിയുണ്ട്, പിന്നെ ഒരു വെള്ള ചട്നിയുണ്ട്, അതുപോലെ തന്നെ സാമ്പാറുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 100 രൂപയാണ്. അതുപോലെ തന്നെ ഈ ചെട്ടിനാട്
പൊറോട്ട. ഇതിൻ്റെ റേറ്റ് 80 രൂപയാണ് കേട്ടോ. ഈ ഒരു വലിയൊരു തൈര് വടയാണ്, ഇതിന് 20 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കുഞ്ഞു കടയിൽ ഇത്രയും ഡിഷസ് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത് 2 ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള ഡിഷാണ്. ഊത്തപ്പം നമ്മൾ മുമ്പ് ഒരുപാട് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഒരു പ്ലേറ്റിൽ 5 വെറൈറ്റി ആയിട്ടുള്ള ഊത്തപ്പം ആദ്യമായിട്ടാണ്. ആരും അങ്ങനെ ഒരു ഡിഷ് ഇതുവരെയും പരിചയപ്പെടുത്തിയിട്ടില്ല. ആദ്യം നമുക്ക് ചെട്ടിനാട് പൊറോട്ടനെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അവരുടെ സ്പെഷ്യൽ എന്നാണ് പറഞ്ഞത്. ഡ്രൈ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, എങ്കിലും ഒരു സെമി ഗ്രേവി ടൈപ്പാണ്. തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട്, ചെറിയ ചോപ്പ് ചെയ്തിട്ടുള്ള തേങ്ങയെല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്ക് അധികം എരിവൊന്നും ഉള്ള ഒരു ഡിഷല്ല. ഇത് എരിവില്ലാതെയാണ് ഈ ഒരു ചെട്ടിനാട് പൊറോട്ട ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ നമ്മളൊരു കൊത്തു പൊറോട്ട മോഡലാണ് ചെയ്യുന്നത്. പിന്നെ മസാലയുടെ ആ ഒരു ഇതും പിന്നെ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ഇങ്ങനെ ഒരു കളർ വന്നിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കട്ടെ. ആദ്യമായിട്ടാണ് ചെട്ടിനാട് പൊറോട്ട കഴിക്കുന്നത്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. തേങ്ങാപ്പാൽ അത് ഒഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് എരിവൊന്നുമില്ല. ചെറിയൊരു മധുരമുണ്ട്. എന്തായാലും നല്ലത് ചെയ്തിട്ടുണ്ട്. ഒരു വെറൈറ്റിയാണ് കേട്ടോ. അധികം ക്വാണ്ടിറ്റി ഒന്നുമില്ല, ചെറിയൊരു ക്വാണ്ടിറ്റിയേ ഉള്ളൂ. ഒരാൾക്ക് സാധാരണ കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയേ ഉള്ളൂ. എരിവിന് വേണ്ടിയിട്ട് മുളക് ജസ്റ്റ് ഒന്ന് താളിച്ചിട്ടിട്ടുണ്ട്. എന്തായാലും കൊള്ളാം കേട്ടോ. അത് നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടെങ്കിലും അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. കാണും പോലെയല്ല, ചെറിയൊരു എരിവുണ്ട്. എന്തായാലും ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. പുതിയതായിട്ടൊരു ഡിഷ് കഴിക്കുകയാണ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ചിലപ്പം കഴിച്ചാണ് കേട്ടോ. ഞാൻ ആദ്യമാണ് ട്രൈ ചെയ്യുന്നത്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. പൊറോട്ട അധികം കട്ട് ചെയ്യുന്നതിന് നല്ല സോഫ്റ്റായിട്ടുണ്ട്. പൊളി. പിന്നെ ഒരു ഭംഗിക്ക് വേണമെങ്കിൽ കുറച്ച് സലാഡും കൂടെ അതിനൂടെ കഴിക്കാം. പിന്നെ സലാഡ് കഴിക്കണമെന്നില്ല കേട്ടോ, അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ എരിവ് കൂടുതലാണെങ്കിൽ കുറച്ച് സലാഡും കൂടെ കഴിക്കാം. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങളൊന്ന് കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. സലാഡായിട്ട് കഴിയുമ്പം ആ എരിവ് മാറുന്നുണ്ട്. സലാഡ് ഇല്ലാതെ കഴിക്കാൻ തന്നെ കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അടുത്ത ട്രൈ ചെയ്യുന്നത് അവരുടെ ആ ഒരു ഹൈ ടേസ്റ്റുള്ള ഊത്തപ്പമാണ്. ചൂടൊക്കെ ഏകദേശം പോയിട്ടുണ്ട്, നമുക്ക് ഒരുപാട് സമയം കൊണ്ടുവച്ചിട്ട്. അപ്പോൾ ഞാൻ ആദ്യം കഴിച്ചു നോക്കുന്നത് അവരുടെ ആ ഒരു പനീർ ഇട്ടിട്ടുള്ള ഒരു ഊത്തപ്പമാണ്. വളരെ ചെറുതാണ് കേട്ടോ, പക്ഷെ 5 കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് വയറ് വീർത്തോളും. അപ്പോൾ ആദ്യം നമുക്ക് ചുവന്ന ചട്നിയായിട്ടൊന്ന് കഴിച്ചു നോക്കട്ടെ. ഇത് പനീർ ഊത്തപ്പമാണ്. പനീർ ഊത്തപ്പം ഞാൻ മുമ്പ് കഴിച്ചിട്ടില്ല. പിന്നെ ഓരോ കടയിലും വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഊത്തപ്പം ഉണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു രീതിയിൽ അവർ കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഊത്തപ്പം ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. പനീറിൻ്റെ കൂടെ കുറച്ച് മുളകൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു പനീർ ഊത്തപ്പം കൊള്ളാം കേട്ടോ, തരക്കില്ലാത്ത രുചിയുണ്ട്. പിന്നെ അടുത്ത് ഞാൻ കഴിച്ചു നോക്കുന്നത് കാഷ്യൂനട്ടും ചീസും കൂടെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ നമ്മൾ മേക്ക് ചെയ്യുമ്പോൾ തന്നെ കണ്ടല്ലോ, അത്യാവശ്യം ചീസും കാഷ്യൂനട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് കഴിച്ചു നോക്കുക. ഇത് നമുക്ക് വെള്ളച്ചമ്മന്തിയിലൂടെ ചേർത്തൊന്ന് കഴിച്ചു നോക്കട്ടെ. ലേശം എടുത്തിട്ട് ആ ചീസിൻ്റെ ചെറിയൊരു മധുരമുണ്ട്. കാഷ്യൂനട്ട് ഉണ്ട് കേട്ടോ, കുറച്ച് പീസ് ഇട്ടിട്ടുണ്ട്. ഈ കുഞ്ഞു ദോശയിൽ കൊള്ളത്തക്ക രീതിയിലുള്ള കാഷ്യൂനട്ട് ഇട്ടിട്ടുണ്ട്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ. അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിഷാണ്. ഇതാ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു മധുരമുള്ളതുകൊണ്ട് കൊള്ളാം കേട്ടോ. ഇത് നമ്മുടെ സാധാരണ ഊത്തപ്പമാണ്, ഒനിയൻ ഊത്തപ്പമാണ്. ഒനിയൻ ഊത്തപ്പമാണ് എല്ലാവരും കഴിക്കാറുള്ളത്, കഴിച്ച് നോക്കിയിട്ടുള്ളത്. ഞാനും മുമ്പ് കഴിച്ചിട്ടുണ്ട് പല കടകളിൽ നിന്നും. എനിക്കൊന്ന് ഊത്തപ്പത്തിൻ്റെ കൂടെ ചമ്മന്തി സാമ്പാറാണ് കൂടുതൽ ഇഷ്ടം. അപ്പം അടുത്ത നമ്മൾ ഒനിയൻ ഊത്തപ്പം സാമ്പാറായിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. സാമ്പാർ അത്യാവശ്യം കട്ടണം, ചെറിയ ചൂടുണ്ട് കേട്ടോ. അവർ ഹീറ്ററാണ് ഉപയോഗിച്ചിട്ടുള്ളത്, കറികളെല്ലാം ഹീറ്ററിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. സാമ്പാർ പൊളി കേട്ടോ. മിക്കവാറും എല്ലാ കടകളിലും ഹീറ്ററുണ്ട്, അതിലാണ് അവർ കറികൾ സൂക്ഷിക്കാറുള്ളത്. അതുകൊണ്ട് നമുക്ക് ചൂടോടുകൂടി കഴിക്കാൻ പറ്റുന്നത് അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അടുത്ത് നമ്മൾ ഈ ഒരു ഡിഷിൽ ട്രൈ ചെയ്യുന്നത് ടൊമാറ്റോ ഊത്തപ്പമാണ്. ടൊമാറ്റോ അത്യാവശ്യം നല്ലപോലെ ഇട്ടിട്ടുണ്ട്. ടൊമാറ്റോയും ഒനിയനും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മാക്കി ഇപ്പോൾ കണ്ടായിരുന്നു. അത്യാവശ്യം കട്ടിയുണ്ട് കേട്ടോ, കട്ടിക്കാണ് ചെയ്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ ഇതൊരു 3 കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ വേറെ ഏകദേശം ചേർക്കും. അപ്പം ടൊമാറ്റോ ഊത്തപ്പവും സാമ്പാറുമായിട്ടാണ് കഴിക്കുന്നത്. സാമ്പാർ കൊള്ളാം, നല്ല ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടൊമാറ്റോ ഊത്തപ്പം കൊള്ളാം കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. ഇതെല്ലാം തരക്കില്ലാത്ത ഊത്തപ്പമാണ്, നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. 5 ടേസ്റ്റുള്ള ഊത്തപ്പത്തിൽ അവസാനമായിട്ട് കഴിക്കുന്ന അവരുടെ പൊടി ഊത്തപ്പമാണ്. പൊടിയും അത്യാവശ്യം നല്ലെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അതിൻ്റെ ഒരു കോമ്പിനേഷൻ അവർ ഇതിൻ്റെ മുകളിൽ ചെയ്തിട്ടുള്ളത്.
അപ്പം ഫൈനൽ ലാസ്റ്റ് ഇതും കൂടെ ഒന്ന് കഴിക്കാം. പൊടി അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ 5 രുചിയുള്ള ഊത്തപ്പത്തിൽ ലാസ്റ്റ് ഇട്ടായിരുന്ന അവരെ പൊടി ഊത്തപ്പമാണ്. പൊടി ഊത്തപ്പം നമ്മൾ പുതിന ചട്നി കൂടെ എങ്ങനെയാണ് കഴിച്ചേക്കാം. പുതിന ചട്നി അങ്ങനെ അധികം എനിക്ക് ഇഷ്ടമുള്ള ഒരു ഡിഷല്ല, എങ്കിലും വച്ച സ്ഥിതിക്ക് ഒന്ന് കഴിച്ചു നോക്കാം. കൊള്ളാം കേട്ടോ. പുതിന ചട്നി എനിക്ക് അധികം ഇഷ്ടമുള്ള ഒരു ഡിഷല്ല, എങ്കിലും പൊടിയുടെ ആ ഒരു ടേസ്റ്റ് എടുത്ത് നിൽക്കുന്നതുകൊണ്ട് തിരക്കുള്ള രുചിയാണ്. പൊടി ഊത്തപ്പം നന്നായിട്ടുണ്ട്. ഈ 5 ഊത്തപ്പം എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊരു ഒറ്റ പ്ലേറ്റിലാണ് വരുന്നത്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആണെങ്കിൽ അവർ വലിയ ഊത്തപ്പം സ്റ്റൈലിൽ ചെയ്ത് തരും. എങ്കിലും ഇതൊരു ഒറ്റ ഡിഷായിട്ടാണ് അവർ സെർവ് ചെയ്യുന്നത്. എങ്കിലും നല്ല ടേസ്റ്റുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള ഊത്തപ്പം കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിഷ് ഓർഡർ ചെയ്യാം. അപ്പം ഇത്രയും കഴിക്കാൻ പറ്റില്ല, എന്തായാലും ഞാൻ വേസ്റ്റ് ചെയ്തില്ല, അത് ഞാൻ പാഴ്സൽ ചെയ്ത് എടുക്കും. നമ്മൾ വീട്ടിൽ കൊണ്ടുപോയാലും കഴിക്കാമല്ലോ. വെറൈറ്റി ആയിട്ടൊരു ഡിഷ് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യും. ഞാൻ ആദ്യം വേണ്ടെന്നാണ് പറഞ്ഞപ്പോൾ അവരുടെ ഒരു സ്പെഷ്യൽ ഡിഷ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത് തന്നെ. ഇനി അടുത്ത് നമ്മൾ കഴിക്കാൻ പോകുന്നത് തൈര് വടയാണ്. തൈര് വട എന്തോ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ്. ഇതും കൂടെ ഒന്ന് കഴിച്ച് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു ഡിഷ് വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കഴിച്ചപ്പോൾ അങ്ങനെ മടുക്കുന്നൊന്നുമില്ല. പിന്നെ ഇത്രയും ഡിഷ് കഴിക്കണോണ്ട് ഞാനത് അങ്ങ് സ്റ്റോപ്പ് ചെയ്തതാണ്. പിന്നെ അവസാനം ജസ്റ്റ് ഒരു സ്പൂൺ കൂടെ ഒന്ന് കഴിച്ച് നോക്കട്ടെ. ചെട്ടിനാട് സ്പെഷ്യൽ പൊറോട്ട ഡിഷാണിത്. കൊള്ളാം കേട്ടോ, നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ഇത് സൂപ്പറായിട്ടുണ്ട്. ചെട്ടിനാട് പൊറോട്ട അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് നമ്മൾ അവരുടെ സ്പെഷ്യലായിട്ടുള്ള തൈര് വടയാണ് ട്രൈ ചെയ്യുന്നത്. മുമ്പ് ഒരു കടയിൽ നിന്ന് കഴിച്ചിട്ടുള്ള നല്ല ലൂസായിട്ടുള്ള തൈരിൽ ചെയ്തിട്ടുള്ള തൈര് വടയാണ്. ഇത് നല്ല കട്ടിയുണ്ട്. അതിൻ്റെ പുറത്ത് കുറച്ച് നമ്മുടെ മിക്സർ പോലത്തെ ഒരു ഐറ്റം ഇങ്ങനെ വെതറിയിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ക്യാരറ്റെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റേറ്റ് 20 രൂപയാണ്. 20 രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു കൊള്ളാൻ തോന്നുന്നു ഈ ഒരു തൈര് വട. രാത്രി തൈര് വട കഴിച്ചാൽ എങ്ങനെയാണെന്ന് അറിയില്ല, എങ്കിലും കഴിച്ചു പോകാം. പൊളിയായിട്ടുണ്ട് കേട്ടോ. ആ മിക്സറിൻ്റെ ടേസ്റ്റ് എടുത്ത് വരുന്നുണ്ട് കേട്ടോ. തൈരിനധികം പുളിപ്പൊന്നും വേണ്ട, കട്ടി തൈരാണ്. വട നല്ല സോഫ്റ്റാണ് കേട്ടോ. ഒരു പ്രത്യേക രുചിയുണ്ട് കേട്ടോ. മിക്സറെന്ന് പറയാൻ മിക്സറെന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്സറിൻ്റെ ആ ഒരു ലെയറാണ് മുകളിൽ ഇട്ടിട്ടുള്ളത്. കൊള്ളാം, നന്നായിട്ട് ചെയ്തിട്ട് ചൂട് സമയത്തൊക്കെ ഒന്ന് കഴിച്ചാൽ അടിക്കുമായിരിക്കും കേട്ടോ. എന്തായാലും ഇവിടെ വരികയാണെങ്കിൽ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നന്നായിട്ടുണ്ട്, നല്ല രീതി ചെയ്തിട്ടുണ്ട്. എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾ കഴിച്ചിട്ട് കമൻറ്റ് ചെയ്യുക. നല്ല അടിപൊളി തൈര് വടയാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ 3 ഡിഷസ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഇതൊരിക്കലും ഒരു കടയിലും പരിചയപ്പെടുത്താത്ത 2 ഡിഷാണ് ഇത് 2. അപ്പം അവസാനം ഒരു സ്കൂപ്പും കൂടെ, അതായത് അവസാനം ഒരു സ്പൂണ് തൈര് വട കഴിച്ചിട്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കുറച്ച് കഴിച്ചെങ്കിലും വയറ് ഹെവി ആയിട്ടോ. എന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഞാൻ പ്രതീക്ഷിക്കാതെ വന്നതാണ് കേട്ടോ. ഈ കടയിൽ നല്ല ടേസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം കഴിച്ച് തൈര് വട മസ്റ്റ് ട്രൈ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് ഈ തൈര് വട കഴിച്ച് തീർത്തിട്ട് ബാക്കിയുള്ള നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന ഇൻട്രോ ഒക്കെ പറയാം. അതൊന്ന് കഴിച്ച് തീർക്കട്ടെ. ഇന്നത്തെ ഫുഡ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഗണേഷ് ഭവനിൽ നമ്മുടെ തിരുവനന്തപുരം ജഗതി ജംഗ്ഷനിൽ തന്നെയാണ് ഈ ഒരു കുഞ്ഞ് വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഉള്ളത്. കുഞ്ഞ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമുള്ള ഒരുപാട് ഡിഷസ് ഉണ്ട് കേട്ടോ. അവരിവിടെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവഴി പോകുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും